ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു മോഡസ്റ്റ് ഫാഷൻ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട വ്ളോഗാണെന്നറിയാം. അപ്പോൾ ഇന്നൊരു മോഡസ്റ്റ് ഫാഷൻ വ്ളോഗാണ്. എൻ്റെ കയ്യിലുള്ള കുറച്ച് ഡ്രസ്സുകളാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെ സ്റ്റൈലായിട്ട് ഡ്രസ്സ് ചെയ്യാമെന്നുള്ളതും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻസൊക്കെ അറിയിക്കുക, ലിങ്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സെൻട്രൽ പോയിന്റ് നിന്നാണ്. 130 ദിറംസ് ആണ് ഇതിന്. ഇപ്പോഴുണ്ട് ഈ ഡ്രസ്സ്. സ്പ്ലാഷിലൊക്കെ ഉണ്ട് ഈ ഡ്രസ്സ്. മാക്സിലും ഞാൻ കണ്ടിട്ടുണ്ട് ചില ടൈമിലൊക്കെ. ഇത് ചെക്കാണിത്. കോട്ടൺ, ഇതിൻ്റെ ക്ലോത്ത് കോട്ടൺ ആണ്. രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. ഇത് ഫുള്ള് പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇങ്ങനെ ബട്ടൺസ് വന്നിട്ട് ഇങ്ങനെ ഫുൾ ഓപ്പൺ, ഇവിടുന്ന് തൊട്ടിട്ട് താഴെ വരെ ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സാണ്. അതിൻ്റെ അടിയിൽ ജീൻസാണ് ഇട്ടിട്ടുള്ളത്. ഇതേപോലത്തെ ചെക്ക് പോലത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇതിലേക്ക് പ്ലെയിൻ ഷോളായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു ഷൂ ആണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് സ്റ്റൈലായിട്ട് ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഷൂ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എനിക്ക് ഈ ഡ്രസ്സിലേക്ക് ഈ ഒരു ഷൂ ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ ഫാൻസി ടൈപ്പ് ചെരുപ്പ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ചെരുപ്പും ഡ്രസ്സായിരിക്കും. ഇത് ഫാൻസി ടൈപ്പ് ഒരു ഷൂ ആണത്. നമുക്ക് ഇതും കൂടെ ഒന്ന് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിതിങ്ങനെ എടുത്ത് കാണിക്കുന്നത് റൂമിൽ ലൈറ്റ് കുറവാണ്, അതുകൊണ്ടാണ് ഓരോ ഡ്രസ്സും എടുത്ത് കാണിക്കുന്നത്. ഇതിൻ്റെ മുന്നേ കാണിച്ച ഒരു വീഡിയോയിൽ ഡ്രസ്സൊന്നും ശരിക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞിരുന്നു ഞാൻ ഫസ്റ്റ് ഒരു മോഡസ്റ്റ് ഫാഷൻ ഇട്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ ഡ്രസ്സും നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടാത്തവർക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ഉപകാരമായിട്ട് തോന്നുന്നു വിചാരിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇത് ഞാൻ മാക്സിൽ എടുത്തതാണ്. ഇത് 60 ദിറംസ് ആണ്. ഇതിന് സ്ലീവ് നല്ല ഭംഗിയുണ്ട്. ഇതിന് സ്ലീവിൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. ഇങ്ങനെ 2 ലെയറായി കണ്ട് വന്നിട്ടുള്ളൊരു സ്ലീവാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ലീവാണ് ഇതിൻ്റെ. പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പാണ്. ഞാൻ ഇതിലേക്ക് ഒരു ബ്ലൂ ഷോളാണ് ഇട്ടിട്ടുള്ളത്. പ്ലെയിൻ ഷോൾ തന്നെയാണ്. പിന്നെ ബ്ലൂ ഒരു ഷൂ ആണ് ഇട്ടിട്ടുള്ളത്.
അപ്പോൾ ഈ ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിത് അജ്മാൻ ഫെസ്റ്റിവൽ ആൻഡ് എടുത്ത ഡ്രസ്സാണിത്. ഇതിന് 25 ദിറംസ് ആണ് ഈ ഡ്രസ്സിന്. ഒരു തവണ ഓഫർ ഉണ്ടായപ്പോൾ അങ്ങനെ വാങ്ങിച്ച ഡ്രസ്സാണിത്. പിന്നെ ഈ കോട്ട് മാക്സിൽ നിന്ന് എടുത്ത കോട്ടാണ്, ഡെനിമിൻ്റെ കോട്ടാണ്. പിന്നെ പാൻറ്റും മാക്സിലത്തെ പാൻറ്റാണ്. പിന്നെ ഷൂ മാക്സ് ആണ്. ഇതുപോലത്തെ ഡ്രസ്സിന് ഇങ്ങനെയുള്ളൊരു ഷൂ ആണ് കൂടുതൽ ഭംഗിയായിട്ട് വരിക. ഇങ്ങനെ ഫ്രണ്ടിൽ ഇറക്കില്ലാതെ വരുന്ന ഡ്രസ്സുകളിനൊക്കെ ഈ ഒരു ഷൂ ആണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നാറ്. എനിക്കിഷ്ടം അങ്ങനെയാണ്, ഇങ്ങനത്തെ ഷൂ ഇടുന്നതാണ്. അപ്പം ഇതിൻ്റെ ബാക്ക് നല്ല ലെങ്ത് ആയിട്ടും ഫ്രണ്ടിൽ അങ്ങനെ ലെങ്ത് ഇല്ലാത്ത ഒരു ഡ്രസ്സാണിത്. ഇതിവിടെ ഇങ്ങനെ കെട്ടിയിട്ട് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ഇങ്ങനെ കെട്ടിയിട്ട് അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നെസ്റ്റോ എന്നാണ്. 30 ദിറംസിനാണ് ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. ഇങ്ങനെ ഇവിടുന്ന് തൊട്ടിട്ട് താഴെ വരെ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ലെങ്ത് ഉള്ളൊരു ഡ്രസ്സും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് ഇത്രേ ഉള്ളൂ. രണ്ട് സൈഡിലും ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് പ്ലെയിൻ ഷോളാണ് ഇട്ടിട്ടുള്ളത്. ജീൻസ് പാൻറ്റാണ്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഷൂ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഈ ക്ലോത്ത് പറയുകയാണെങ്കിൽ ഇതൊരു കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണത്. ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മാക്സിൽ നിന്നാണ്. ഇതിന് 60 ദിറംസ് ആണ്. ഇത് ജീൻസിൻ്റെ ഒരു ടോപ്പാണ്. ഇത് ഡെനിമിൻ്റെ ഒരു ടോപ്പാണ്. പിന്നെ ഇത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ്. ഇതിന് ബട്ടൺസ് വന്നിട്ടുള്ളത് ഒരു പേളിൻ്റെ കളറുള്ള ഒരു ബട്ടൺസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഭംഗി എന്ന് പറഞ്ഞത് ഈ ഒരു സ്ലീവാണ്. ഇങ്ങനെ നെറിവ് വന്നിട്ടുള്ള ഒരു സ്ലീവാണ്. ഇതാണ് ഈ ഒരു ഡ്രസ്സിന് ഭംഗി വരുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഡാർക്ക് കളർ ജീൻസ് ആണ് ഇട്ടിട്ടുള്ളത്. ഇതേപോലത്തെ ജീൻസിന്റെ ടോപ്പിലേക്ക് ഡാർക്ക് കളർ പാൻസ് ഇടുന്നതായിരിക്കും നല്ലത്. ഒന്നുകിൽ ഡാർക്ക് പിന്നെ ബ്ലൂ ജീൻസ് ഇടുന്നതോ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ജീൻസ് ഇടുന്നതായിരിക്കും ഈ ഒരു ഡ്രസ്സിന് ഭംഗി ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.